പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവനയിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ. മണിപ്പൂർ സംബന്ധിച്ച കാര്യത്തിലെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി കേക്ക്, വീന് തുടങ്ങിയ പ്രസംഗത്തിലെ പ്രയോഗങ്ങൾ പിൻവലിക്കുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ. മണിപ്പൂർ സംബന്ധിച്ച കാര്യത്തിലെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി സജി ചെറിയാൻ വീന്, കേക്ക് തുടങ്ങിയ പ്രസംഗത്തിലെ പ്രയോഗങ്ങൾ പിൻവലിക്കുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവനയിൽ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയത്. ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ആ വിരുന്നിൻ്റെ ഭാഗമായി സാധാരണ ക്രൈസ്തവർക്ക് ക്രിസ്മസ് നാളിൽ കൊടുക്കുന്ന ഈ വീഞ്ഞും കേക്കും ആ ഭാഗമായിരിക്കാം, അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വീഞ്ഞിൻ്റെയും കേക്കിൻ്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ വീഞ്ഞും കേക്കിൻ്റെയും വിഷയമല്ല ഞാൻ ഉന്നയിച്ചത്. ഞാൻ എൻ്റെ വരികളിലൂടെയും എൻ്റെ വാക്കുകളിലൂടെയും ഞാൻ ഉന്നയിച്ചത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നത്തെ നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല. ആ രാഷ്ട്രീയ പ്രശ്നം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ക്രൈസ്തവരിൽ, മുസ്ലിങ്ങളിൽ അടക്കം വന്നിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ഞാൻ ലക്ഷ്യം വെച്ചത്. വർത്തമാനകാല ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തീവ്രമായ ആക്രമണങ്ങളും പ്രചാരണങ്ങളും അഴിച്ചുവിട്ട് ഹിന്ദുത്വ വർഗീയാധിപത്യത്തെ വളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ക്രിസ്ത്യൻ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ക്രൈസ്തവർക്ക് നേരെ 700ഓളം ആക്രമണങ്ങളാണ് നടന്നതെന്നും മന്ത്രി പറഞ്ഞു. മണിപ്പൂർ പ്രശ്നം ഉന്നയിക്കേണ്ടതായിരുന്നു. പ്രശ്നം ഉന്നയിക്കേണ്ടതിൻ്റെ രീതി ഉന്നയിക്കേണ്ടവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ 200ഓളം ആളുകൾ കൊല്ലപ്പെട്ട്, ആയിരങ്ങൾ പലായനം ചെയ്യപ്പെട്ട്, ആയിരങ്ങളുടെ ഭവനരഹിതരായ നമ്മുടെ നാട്ടിൽ ഒരു ജനവിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. ബഹുമാന്യ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെടണം, ആ പ്രദേശം സന്ദർശിക്കണം, ഞങ്ങളുടെ പ്രയാസങ്ങളും ആശങ്കകളും പരിഹാരം കാണണം എന്ന് സ്നേഹബുദ്ധിയ എങ്കിലും പറയേണ്ടതായിരുന്നു എന്നാണ് ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഈ ക്രിസ്മസ് പുതുവത്സര കാലത്ത് വമ്പിച്ച ഓഫറുകളുമായി സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ടോയ്സ്, ചപ്പൽസ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, ബാഗ്സ് എന്നിങ്ങനെ നിങ്ങളുടെ ഇഷ്ട പ്രോഡക്ട്സുകൾ സോൾട്ട് ഫാഷനിൽ ലഭ്യമാണ്. മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ.